ആധുനിക കാലമാണ്, ടെക്നോളജി വികസിച്ച കാലമാണ്, ഉത്തരാധുനിക കാലമാണ്, പോസ്റ്റ് മോഡേൺ കാലമാണ്, റോബോട്ടുകൾ കാലത്തെ നയിക്കുന്ന കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പറയും, പക്ഷേ കാലഘട്ടത്തിനല്ല കുഴപ്പമുള്ളത്. വൽ ഐബു ഫീനാ വമാലി സമാനിനാ ഐബുൻ സിവാനാ. നമ്മളെ കാലഘട്ടത്തിന്റെ കുഴപ്പം നമ്മളാണ്, ഉമ്മയും ഉപ്പയും എന്നതാണ്. നമ്മൾക്കാണ് കുഴപ്പമുള്ളത്. വൽ ഐബു ഫീനാ, നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുപോലെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ എന്നിടത്താണ് കാര്യം. മക്കളെ പഴി പറയാൻ നമുക്ക് നിർവാഹമില്ല, മക്കളെ കുറ്റം പറയാൻ നമുക്ക് നിർവാഹമില്ല. ആ മക്കളോടുള്ള ഉത്തരവാദിത്തത്തെ കൃത്യമായി നിർവഹിക്കപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചന നടത്തണം. അതിന് നമ്മുടെ ജീവിതം സംശുദ്ധമാകണം. മക്കൾ നന്നായതുകൊണ്ട് മാത്രം കാര്യമല്ല, മക്കള് നന്നായതുകൊണ്ട് മാതാപിതാക്കൾ രക്ഷപ്പെട്ടൊള്ളണം എന്നില്ല, മാതാപിതാക്കൾ നന്നായതുകൊണ്ട് മാത്രം മക്കള് രക്ഷപ്പെട്ടൊള്ളണം എന്നുമില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കൻആൻ വിശ്വാസം പുൽകാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നത് വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. നൂഹ് നബിയെ, അങ്ങയുടെ മകൻ അങ്ങയുടെ കുടുംബത്തിൽ പെട്ടവനേ അല്ല. ജന്മം നൽകിയ മകനെ സംബന്ധിച്ചുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ടവനെ അല്ല. ആര്? അങ്ങയുടെ മകൻ. ജന്മം നൽകി എന്നതുകൊണ്ട് ആ മകൻ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ജന്മം നൽകാതെ തന്നെ വലിയ കുടുംബ ബന്ധത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കാണാം, ഹാദിഹിൽ ആയത്തു തദുല്ലു അലാ അന്നൽ ഇബ്റത ബിഖറാബത്തിദ്ദീൻ ലാ ബിഖറാബത്തിൻ നസബ്. ദീനു കൊണ്ടുള്ള പരിഗണനയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടുന്ന കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ, അല്ലാതെ ജന്മം നൽകി എന്ന ബന്ധം അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉപകാരപ്പെട്ടുകൊള്ളണം എന്നില്ല. മക്കൾക്ക് എത്രത്തോളം ദീനുണ്ടോ ആ ദീനു കൊണ്ടുള്ള ബന്ധമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഉപകാരപ്പെടുന്ന ബന്ധം. നമ്മളിവിടുന്ന് മരണപ്പെട്ടു പോയാലും നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ ഇന്ന അഅമാലകും തുഅറദു അലാ അഖ്രിബായികും വഅശാഇരികും ഫീ ഖുബൂരിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണപ്പെട്ടവർക്ക് അവരുടെ മക്കളുടെ അമലുകളെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ, നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ട് ദിക്ർ ചൊല്ലുന്നു, തൗബ ചെയ്യുന്നു, സ്വതക്കകൾ മുന്നിടിക്കുന്നു, ധാരാളം ഖൈറാത്തുകൾ റമദാനിന്റെ അനുഗ്രഹീതമായ പകലിൽ നമ്മൾ ഇവിടെ നിർവഹിക്കുമ്പോൾ ആ നിർവഹിക്കുന്ന അമലുകൾ തുഅറദു അഅമാലുകും അലാ അഖ്രിബായികും വഅശാഇരികും ഫീ ഖുബൂരിഹിം. നമ്മളുടെ ബന്ധുക്കളുടെ ഖബറുകളിൽ ഇത് കാണിച്ചു കൊടുക്കും എന്നാണ്. ഇത് നമ്മളെ പള്ളിക്കാട്ടിലുള്ള ഉമ്മയും ഉപ്പയും ഒക്കെ കാണുന്നുണ്ട്. ഇൻ അമിൽതും ഖൈറൻ ഫസ്തബ്ശറൂ, നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഖബറിൽ വല്ലാത്ത സന്തോഷമാണ്. നമ്മളിങ്ങനെ നല്ലതിൽ ഏർപ്പെടുമ്പോൾ അത് കാണുമ്പോൾ ഖബറിൽ അവർക്ക് വലിയ ആശ്വാസമാണ്. ഏതെങ്കിലും മോശപ്പെട്ട പണികളിലാണ് നമ്മൾ ഏർപ്പെടുന്നതെങ്കിൽ ഖാലു, അവർ അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അൽഹിംഹും മയ്യഅമലു ത്വാഅതക്. റബ്ബേ, എന്റെ മകന് നല്ലത് ചെയ്യാനുള്ള ഒരു തോന്നൽ നീ ഇട്ടുകൊടുക്കണേ.
കാരണം നമ്മുടെ ഖബറിലും നമുക്ക് ആശ്വാസമായി സ്വസ്ഥമായി ഒന്ന് കിടക്കണമെങ്കിൽ നല്ല മക്കളുണ്ടാകണം, നല്ല മക്കളാകണം. കാരണം ഖബറിൽ നമ്മൾ കിടക്കുന്ന അവസ്ഥ അൽ മയ്യിതു ഫിൽ ഖബരി കൽ ഗരീഖിൽ മുതഗബ്ബിസ്, വെള്ളത്തിൽ മുങ്ങിപ്പൊന്തുന്നവരെ പോലെ അസ്വസ്ഥരായിട്ടാണ് മയ്യത്ത് ഖബറിൽ ഉണ്ടാവുക. പെട്ടെന്ന് ചിലപ്പം അനുഭവിക്കുന്ന ശിക്ഷയിൽ നിന്ന് അല്ലാഹു ഒരു മോചനം നൽകും. ആ ഖബറിലെ ശിക്ഷയിൽ മോചനം നൽകും. അപ്പൊ ഈ ഖബറാളി നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും, ബിമനിൽ തുഹാദി, ഇതെങ്ങനെയാണ് എന്റെ ദറജ മാറിയത്, എന്റെ അവസ്ഥ, എന്റെ ശിക്ഷ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മറുപടി ലഭിക്കും, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ ഇസ്തിഗ്ഫാർ കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മറുപടി. അപ്പൊ അവിടെയും സമാധാനവും രക്ഷയും ഉണ്ടാകണമെങ്കിൽ നല്ല ഒരു അവശിഷ്ടങ്ങളെ, നല്ല ബാക്കി വെപ്പിനെ നമ്മൾ ഇവിടെ കരുതി വെച്ചു വേണം നമുക്ക് ഖബറിൽ പോകണമെങ്കിൽ. അതിന് വേണ്ടത് മക്കളോട് ഉപദേശങ്ങൾ മാത്രം പോരാ. മക്കൾക്ക് ഇങ്ങനെ കൽപ്പന കൊടുത്തത് കൊണ്ട് മാത്രം മക്കൾ നന്നാവൂല. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് മാതാപിതാക്കൾ നന്നാവലാണ്, ഉമ്മ നന്നാവലാണ്, ഉപ്പ നന്നാവലാണ്. പാരന്റിങ്ങിനെ സംബന്ധിച്ച് ഇമാമുമാർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ സമീപകാലത്ത് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതനായ ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങൾക്കൊരു ഗ്രന്ഥം തന്നെയുണ്ട്. സന്താന പരിപാലനത്തിന്റെ വ്യത്യസ്തമായ മർത്തബകളെ സംബന്ധിച്ച്, അതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ സംബന്ധിച്ച് അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ മർഹല എന്താണ്? അത് വിവാഹ ജീവിതത്തിന്റെ മുമ്പ് തന്നെ നമ്മുടെ സ്വന്തത്തെ നമ്മൾ സൂക്ഷിക്കണം. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മെ സംരക്ഷിക്കണം. ഹറാമായ യാതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല. നമ്മളാണ് കുട്ടികൾ വഴിതെറ്റുന്നതിന്റെ ഒന്നാമത്തെ പ്രശ്നം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെയും ഖദീജ ഉമ്മയുടെയും ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെയും എല്ലാം ആണ്ടിന്റെ മാസമാം കൂടിയാണ് പരിശുദ്ധമായ റമദാൻ മാസം. അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം എന്താണ്? ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നത്, വകാനത് തുദ്ആ ബിൽ ജാഹിലിയത്തി അത്വാഹിറ, ജാഹിലിയ കാലഘട്ടത്തിലും ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലാത്ത, വളരെ വ്യാപകമായ നിലക്ക് വ്യഭിചാരങ്ങളും തോന്നിവാസങ്ങളും നടക്കുന്ന ഒരു കാലത്ത് ഇസ്ലാം പുൽകിയിട്ടില്ലാതിരുന്നിട്ടും യാതൊരു നിലക്കുള്ള വഴികേടിലും പെട്ടുപോയിട്ടില്ലാത്തവരാണ് സയ്യിദത്തുന ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു ഉമ്മയുടെ സമീപത്ത് നിൽക്കുന്ന പ്രതീതിയാണ് അവിടുത്തെ സാന്നിധ്യത്തിൽ നമുക്ക് അനുഭവപ്പെടുക. അവരുടെ മാല പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, യാതൊരു തെറ്റുകളിലും ഏർപ്പെടാതെ ശുദ്ധമായ ജീവിതം നയിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ഒന്നാമത്തെ കവാടം തുറക്കപ്പെടാനുള്ള ചാവി എന്താണ്? അൽ ലുഖ്മത്തുൽ ഹലാൽ. ഹലാലല്ലാത്തത് നമ്മുടെ അകത്തേക്ക് കടക്കാൻ പാടില്ല എന്നതാണ്. നമ്മൾ ഹറാം ഭക്ഷിച്ചാൽ അതിന്റെ അടയാളങ്ങൾ നമ്മുടെ മക്കളിലൂടെ പ്രകടമാകും. നമ്മുടേതല്ലാത്ത മുതല് നമ്മുടെ അകത്ത് കടന്നാൽ മാനബത മിനൽ ഹറാമി ഹറാം, ഹറാമിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്നത് ഹറാം തന്നെയാണ്. ഹറാമ് നമ്മൾ കഴിച്ചുകൊണ്ട് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബിസ്മി ചൊല്ലാതെ ഒരു ഉരുള ഭക്ഷണം കഴിച്ചാൽ പോലും ആ ഭക്ഷണത്തിന്റെ ഊർജം വിനിയോഗിക്കപ്പെടുക അധർമ്മങ്ങളിലായിരിക്കും എന്ന് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ ഹറാമായ ഒരു ഭക്ഷണം നമ്മുടെ അകത്തേക്ക് കടന്നാൽ അതിലൂടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സന്താനങ്ങളിലേക്ക് അതിന്റെ അടയാളങ്ങൾ പ്രവഹിക്കും.
നമ്മൾ ബിസ്മി ചൊല്ലാതിരുന്നാൽ അതിന്റെ അടയാളങ്ങൾ പോലും മക്കളിൽ പ്രകടമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മക്കൾ എന്ത് പിഴച്ചു? ഇമാം ഷഅറാനി, അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ പറയുന്നത് കാണാം, ബന്ധപ്പെടുന്ന സമയത്തുള്ള ആലോചനകൾക്ക് പോലും, ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിലുള്ള ആലോചനകൾക്ക് പോലും മക്കളെ രൂപപ്പെടുത്തുന്നതിൽ, സ്വഭാവത്തിൽ സ്വാധീനമുണ്ടെന്നാണ് ഷഅറാനി ഇമാം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ജാമഅ ബിംറഅത്തിൻ, ആരെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് വലം യുസമ്മില്ല, ബിസ്മി ചൊല്ലാതെയാണ് അവര് ബന്ധപ്പെടുന്നതെങ്കിൽ, ഇൻതവ ശൈത്വാനു ഫീ ഇഹ്ലീലി വജാമഅ ശൈത്വാനു മഅഹു, ശൈത്വാനും അവന്റെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അവനുണ്ടാകുന്ന സന്താനത്തിൽ പിശാചിനും പങ്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വിശദീകരിക്കുന്നിടത്ത് ഈ ഹദീസ് പറയാം. അപ്പൊ നമ്മളടുത്ത് കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ സ്വലാഹിയത്ത് ഇല്ലായ്മ മക്കൾ വഴികേടിലാകുന്നിടത്ത് വലിയ രൂപത്തിൽ കാരണമാകുന്നുണ്ട് എന്നാണ് ഇമാമുമാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ശുദ്ധമാവുക, അതിനാണ് നമ്മൾ മഹത്തുക്കളെ അനുസ്മരിക്കുന്നത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് ഇവിടെ അനുസ്മരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ദിവസം നമ്മൾ ഒരുപാട് കറാമത്തുകൾ കേട്ടു. ഓ, ആ മഹദി അത്രയും വലിയ മഹദിയായിരുന്നില്ലേ എന്ന് കേട്ട് ആത്മനിർവൃതി അടഞ്ഞു പോകുന്നതിന് പകരം എനിക്കും ഒരു നഫീസത്തുൽ മിസ്രിയ ആകണം എന്ന ചിന്തയോടുകൂടി കടന്നു പോകാനായാൽ നമ്മുടെ ഈ ഓരോ സമയങ്ങളും ഏറ്റവും ഫലപ്രദമായ സമയങ്ങളായി. അവരൊക്കെ അങ്ങനെ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമുക്കത് കഴിയില്ല എന്ന് പറയാനാണെങ്കിൽ ഈ മജ്ലിസ് അത്ര പ്രസക്തമല്ല. നമുക്കും അവരെ പോലെ ആകണം എന്ന ഉത്കടമായ ആഗ്രഹം, അവരെ പോലെ ആകണമെങ്കിൽ ഒന്നാമത്തേത് സലഫു സ്വാലിഹുകളുടെ ഭാര്യമാർ, അവര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പണിക്ക് പോകുന്ന സമയത്ത് പറയും, അവർക്ക് ഉറപ്പാണ് അവരുടെ ഭർത്താക്കന്മാര് ഹലാലല്ലാതെ തീറ്റിപ്പിക്കൂലെന്ന്. എന്നാലും അവര് ഉറക്കെ വിളിച്ചു പറയും, അവരോട് ഹറാമായത് ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഹലാലല്ലാതെ ഭക്ഷിപ്പിക്കരുത്. നമ്മൾ നേരെ തിരിച്ചാ പറയാം, നിങ്ങൾ എങ്ങനെങ്കിലും ഒരു ചുരിദാർ വാങ്ങിത്തരണം, എങ്ങനെങ്കിലും നമ്മളെ ഈ വീടിന്റെ പണിയൊന്നും നിങ്ങൾ പൂർത്തിയാക്കണം, എങ്ങനെങ്കിലും നമുക്കൊരു വണ്ടി എടുക്കണം, എങ്ങനെങ്കിലും എടുത്താ പോരാ. നമ്മളെ പറച്ചിൽ പോലും അങ്ങനെ എങ്ങനെയെങ്കിലും അല്ല. സലഫു സാലിഹുകൾ പറയാ, ഹലാലിൽ മാത്രം എടുക്കപ്പെടുന്നതേ അനുവദിക്കപ്പെടാവൂ എന്നാ പറയാം. അതിൽ ഒന്നാമത്തേത് നമ്മൾ കരുതിയെങ്കിൽ മാത്രമേ. മഹാന്മാരായ ഇമാമുമാര് പറയുന്നത് കാണാം, കുട്ടിയെ മുലയൂട്ടുന്നിടത്ത് ബയോളജിക്കലി, മെഡിക്കൽ സയൻസ് പറയുന്നത് ആ ഉമ്മയുടെ ഭക്ഷണത്തിൽ കുട്ടിക്ക് സ്വാധീനമുണ്ടെന്നാണ്. ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാധീനം മക്കൾക്ക് മുലപ്പാലിലൂടെ ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ ആ സമയത്തുള്ള ചിന്തകൾ മക്കളെ സ്വാധീനിക്കുമെന്നാണ്. മുലയൂട്ടുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെ മുല കൊടുക്കരുത്, ഹലാലല്ലാത്ത സംസാരങ്ങൾ ഉണ്ടാകരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, കളവ് പറഞ്ഞുകൊണ്ട്, തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ചെയ്തുകൊണ്ട് മക്കൾക്ക് മുലയൂട്ടരുത്. ആ സമയത്ത് നല്ല ചിന്തയോടെ ബിസ്മി ചൊല്ലിയിട്ട് ആ കാലയളവിൽ തീർച്ചയായും ശുബ്ഹത്ത് പോലും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നില്ല എന്ന തീർച്ചയോടെ നമ്മൾ ഹറാമ് ഉള്ളിലേക്ക് കടത്താതെ മക്കൾക്ക് മുലയൂട്ടിയാൽ ആ മക്കൾ വളർന്നു വരുമ്പോൾ അവര് ഹറാം പറന്നവരാകാതിരിക്കാനുള്ള വഴിയതാണ്. ഇന്ന് ബന്ധങ്ങൾ തുടങ്ങുന്നത് തന്നെ ഹറാമിലാണ്. എല്ലാ ബന്ധങ്ങളും, ഒട്ടുമിക്ക ബന്ധങ്ങളും തുടങ്ങുന്നത് ഹറാമിലാണ്. നിക്കാഹ് മാനദണ്ഡങ്ങളെയല്ല, നിശ്ചയത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെ കോപ്രായങ്ങളാണ്. കല്യാണം ഉറപ്പിക്കാൻ പോകുമ്പോൾ തന്നെ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്. ഇന്നലെ ഒരു പെൺകുട്ടി
കല്യാണം ഉറപ്പിച്ച കല്യാണം വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആങ്ങൾ എന്നോട് സങ്കടം പറഞ്ഞു. അപ്പൊ എന്താ ഉറപ്പിച്ച കല്യാണം വേണ്ട എന്ന് പറഞ്ഞത്? അവൻ ആദ്യം ഒരു തവണ നിശ്ചയത്ത് കഴിഞ്ഞിട്ട് ഈ ആൺകുട്ടി ഇവളോട് ചാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, അപ്പൊ അവള് പറഞ്ഞു ഇത് വേണ്ട, കല്യാണത്തിന് ശേഷം മതി. രണ്ടാമത് ശ്രമിച്ചു, അപ്പോഴും പറഞ്ഞു. മൂന്നാമത് ശ്രമിച്ചു, ഇവൻ ഇത് എങ്ങനെങ്കിലും ചാറ്റിംഗ് തുടങ്ങണം. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവർ ഇക്കാലത്തുണ്ട്. ഇന്നിപ്പോ നിശ്ചയത്തിന് വരുമ്പം തന്നെ മൊബൈൽ ഫോൺ കൊടുക്കുന്നു, അവര് കണ്ടുമുട്ടുന്നു, ടൂറ് പോകുന്നു, ഒരുമിക്കുന്നു, സംഗമിക്കുന്നു. എല്ലാം നിക്കാഹൊന്നൊരു മാനദണ്ഡമേ അല്ല, തുടക്കം തന്നെ ഹറാം. പിന്നെ മക്കളെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. മക്കൾ ഹറാം ആകുന്നതിന്റെ ഒന്നാമത്തെ അടിസ്ഥാന കാരണം നമ്മൾ തന്നെയാണ്. ഒരു ബന്ധം ഹറാമിൽ തുടങ്ങിയാൽ ആ ബന്ധം അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതിന്റെ പര്യവസാനം എല്ലാം ഹറാമിലായി പോകുന്നതിന് മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഹലാല് നമ്മൾ തീരെ ഗൗനിക്കുന്നില്ല. ഈ മഹതിമാരെ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? ഹലാലല്ലാത്തത് അവരുടെ അകത്തേക്ക് കടന്നിട്ടില്ല എന്നതാണ്. രണ്ടാമത് അവരുടെ ഔറത്തിന്റെ സമീപനങ്ങൾ. ഫാത്തിമ ബീവിയെയും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യന്മാരായി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിത പടുക്കളെ നമുക്ക് കാണാം. അവർക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടുള്ളവരാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിരവധി സ്വഹാബികളുണ്ട്. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ കച്ചവടക്കാരനായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ഷാമിലേക്ക് കച്ചവടക്ക് യാത്ര പോകുന്നത്. ഇടപെടലുകളെല്ലാം അന്നേ സ്ത്രീകളുമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യാതൊരു നിലക്കുമുള്ള ഹറാമായ ചുറ്റുപാടുകൾ, യാതൊരു നിലക്കുമുള്ള ദീന് വിലക്കിയ ഹിജാബിന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രവണതകളും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, ഹിജാബ് തന്നെ എടുത്തൊഴിവാക്കപ്പെടുന്ന ഒരു സിസ്റ്റം വന്നു. ഹിജാബ് എടുത്തൊഴിവാക്കുക എന്ന് പറഞ്ഞാൽ നിഖാബ് ഇട്ടവരുടെ എണ്ണം കൂടി ഉണ്ടാവും. നമ്മളെ വല്യന്മാരൊന്നും ഹിജാബ് ഇട്ടതായി, നിഖാബ് ഇട്ടതായിട്ട് എനിക്കറിയില്ല. എൻ്റെ ഉമ്മാന്റെ ഉമ്മയും ഉപ്പാന്റെ ഉമ്മയൊന്നും ഹിജാബ് ഇട്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഈ സാധനം ഹിജാബ് പറഞ്ഞ നിഖാബ് അത് ഇടലില്ല. എന്നാൽ അവർക്ക് നല്ല ഹിജാബ് ഉണ്ട്. ഹിജാബ് എന്ന് പറഞ്ഞാൽ അതൊരു മറങ്ങനെ തൂക്കിയിടുന്നതിനെ പറ്റിയല്ല ഹിജാബ് എന്ന് പറയുന്നത്. അത് അറേബ്യൻ സംസ്കാരം പിന്നീട് നമ്മുടെ ഗൾഫ് കുടിയേറ്റാനന്തരം അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിനു ശേഷം അറബ് സംസ്കാരമായി നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ് ഇന്ന് കാണുന്ന പല നിഖാബുകളും നമ്മുടെ മുഖം മൂടികളുമെല്ലാം. മുഖം മറക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാം പറയുന്ന ഒരു ശീലകഷ്ണം തൂക്കിയിടൽ മാത്രമല്ല, പർദ്ദ ധരിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല. 3 ഘട്ടങ്ങളിലായിട്ടാണ് സ്ത്രീകളോട് പരസ്യമായ ഇടപെടലുകളെ സംബന്ധിച്ചുള്ള കൽപ്പനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.